ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? നിപ്പയൊക്കെ വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? ശ്രദ്ധയോടെ ഇരിക്കുക, മാസ്ക് ഒക്കെ ധരിക്കുക, കൈയും കാലും ഒക്കെ എന്താണ് ഇടയ്ക്കിടയ്ക്ക് സോപ്പിട്ട് കഴുകുക. എല്ലാവരും നല്ല ആരോഗ്യമുള്ള നല്ല മിടുക്കന്മാരും മിടുക്കുകളായിട്ട് ഇരിക്കുക. ഓക്കെ, അപ്പം ക്ലാസ്സസ് ഒക്കെ ഇനി മിസ് ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇനി നമുക്ക് ഏക ആശ്രയം നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളായിരിക്കും അല്ലെ. അപ്പം എല്ലാ ടീച്ചേഴ്സും നമ്മുടെ സൈലത്തിന്റെ ഓൾ ടീച്ചേഴ്സും മക്കളുടെ കൂടെ ഉണ്ട്. ഒന്നുകൊണ്ടും പേടിക്കേണ്ട, യാതൊരുവിധ ടെൻഷനും വേണ്ട. ഏത് ക്ലാസ് വേണമെങ്കിലും, ഏത് ചാപ്റ്റർ വേണമെങ്കിലും, ഏത് ടോപ്പിക് വേണമെങ്കിലും മക്കൾക്ക് നമ്മുടെ ഈ ഒരു ചാനലിൽ ലഭ്യമായിരിക്കും. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ആദ്യം എന്ത് ചെയ്യണം മക്കള്? എല്ലാവരും നമ്മുടെ ഈ ഒരു ചാനലില് എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അത് മാത്രമല്ല നമ്മുടെ ഒരു പുതിയ ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ മക്കളും അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് മിസ് വിശ്വസിക്കുന്നത്. ഇനി ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ പേടിക്കണ്ട, എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ ജോയിൻ ചെയ്യണം. നമ്മുടെ ഈ ഒരു ക്ലാസ്സിലെ എല്ലാ പാഠഭാഗങ്ങളുടെയും ലൈവ് ക്ലാസ്സസും റെക്കോർഡഡ് ക്ലാസ്സസും ഒക്കെ നമ്മുടെ ആ ഒരു ആപ്പിൽ എന്തായിരിക്കും? അവൈലബിൾ ആയിരിക്കും. ഒരു വർഷത്തേക്ക് വെറും 999 രൂപയുള്ളൂ. ഓക്കെ, അപ്പം ഇതൊക്കെ പറയാനാണോ മിസ് ഇന്ന് വന്നിരിക്കുന്നതായിരിക്കും അല്ലെ മക്കളുടെ സംശയം? അല്ല, മിസ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു യൂണിറ്റ്, അതായത് എലോങ് വിത്ത് മോഷൻ, ചലനത്തിനൊപ്പം ആ ഒരു യൂണിറ്റിലെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനാണ്. അറിയാം, നമ്മൾ എന്തായിരുന്നു, നമ്മൾ ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ ആ ഒരു യൂണിറ്റ് നമ്മൾ ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലെ. അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ ഉണ്ട്. നമ്മൾ എന്തൊരു വേഗം എന്നൊരു സബ് ടൈറ്റിലൊക്കെ വെച്ചിട്ട് നമ്മൾ അതിനകത്ത് പോസ്റ്റ് ചെയ്തായിരുന്നു. അപ്പൊ അത് കാണണം കേട്ടോ. അപ്പൊ അതിനുശേഷം ഉള്ള ഒരു ടോപ്പിക്കാണ് എന്ത്? ഫോഴ്സ് ആൻഡ് മോഷൻ, അതായത് ബലവും ചലനവും. ഓക്കെ, എങ്ങനെയായിരിക്കും? അതിനു മുമ്പ് മക്കൾ ഈ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം പറഞ്ഞേ. ഒരു വസ്തു എപ്പോഴായിരിക്കും ചലിക്കുന്നത്? നമുക്കറിയാം അല്ലെ. നമുക്ക് നോക്കുന്ന സമയത്ത് എന്താണ്, നമ്മുടെ ചുറ്റുമുള്ള വസ്തുക്കളൊക്കെ ചിലപ്പോൾ റെസ്റ്റിലായിരിക്കും. പക്ഷെ നമുക്കറിയാം, ഭൂമി എന്ന് പറയുന്നത് എന്താണ്? സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുവാണല്ലേ. അതിന്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഭൂമിയിലെ എല്ലാ വസ്തുക്കളും ചലിക്കുന്നുണ്ടെന്നൊക്കെ നമുക്ക് പറയാനൊക്കെ സാധിക്കും. പക്ഷെ എന്റെ മക്കളൊന്ന് പറഞ്ഞേ, എപ്പോഴായിരിക്കും ഒരു വസ്തു ചലിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മളിപ്പോ ഒരു വണ്ടി തള്ളുവാണ്, അതായത് നമ്മളൊരു വെഹിക്കിൾ എവിടെയെങ്കിലും നമ്മുടെ വണ്ടി ഇപ്പൊ എന്താണ് പെട്രോൾ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് തള്ളും, ശരിയല്ലേ? അതായത് ആ വണ്ടി ആദ്യം ഏത് സ്റ്റേറ്റിലായിരുന്നു എന്ന് പറഞ്ഞേ. ആദ്യം ഏതായിരുന്നു? അതിന് ചലിക്കുന്ന അവസ്ഥയിലല്ലായിരുന്നു, അത് റെസ്റ്റിലായിരുന്നു, അതായത് അത് നിശ്ചലാവസ്ഥയിലായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നല്ലോണം ഒന്ന് പുഷ് ചെയ്തു, ആ വണ്ടീനെ നല്ലോണം ഒന്ന് പുഷ് ചെയ്തു. അങ്ങനെ പുഷ് ചെയ്തപ്പോ എന്ത് സംഭവിച്ചു മക്കളെ? ആ വണ്ടി മൂവ് ചെയ്തു, ശരിയല്ലേ? അതേപോലെ തന്നെ മക്കൾക്ക് കാണാൻ സാധിക്കും, നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുന്ന സമയത്ത് ഓരോ ആൾക്കാർ ഇങ്ങനെ ഒരു വണ്ടി ഇങ്ങനെ ഉന്തിക്കൊണ്ട് വരുന്ന കാണാം, ഇങ്ങനെ വലിച്ചുന്തിക്കൊണ്ട് വരുന്ന കാണാം. അവിടെയും എന്താണ്? ആദ്യം ആ വണ്ടി എന്താണ്? റെസ്റ്റിലാണ്. പിന്നീട് എന്താണ്? നമ്മളിങ്ങനെ വലിക്കുന്നതിനനുസരിച്ച് എന്താണ്? അത് നിശ്ചലാവസ്ഥയിലുള്ള ആ വണ്ടി എന്ത് ചെയ്തു? ചലിക്കാൻ തുടങ്ങി, ചലനാവസ്ഥയിലായി. അപ്പൊ നമുക്ക് മനസ്സിലായി, ഒരു വസ്തു എപ്പോഴാണ് ചലിക്കുന്നത് എന്ന് ചോദിച്ചാൽ പുൾ അഥവാ പുഷ് എന്നീ വാക്കുകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് പുൾ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? വലിക്കുക. പുഷ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഉന്തുക. അപ്പൊ നമുക്ക് എന്താണ് പുൾ അല്ലെങ്കിൽ എന്താണ് പുഷ് ഒന്ന് നോക്കിയാലോ? ഒന്ന് നോക്കാം. അപ്പൊ മക്കൾ ഇവിടെ നോക്കിക്കേ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു വണ്ടിയില് ഒരു ചേച്ചി എന്താ ചെയ്യുന്നത്? കഷ്ടപ്പെട്ട് തള്ളുക അല്ലെ. ഇങ്ങനെ കഷ്ടപ്പെട്ട് തള്ളുക എന്ന് പറഞ്ഞാൽ എന്താണ്? പുഷ് ചെയ്യുവാണ്. ഓക്കെ, നല്ലോണം പുഷ് ചെയ്യുവാണ്. അങ്ങനെ പുഷ് ചെയ്തപ്പോ എന്ത് മാറ്റമാ സംഭവിച്ചത്? ഇവിടെ നോക്കിക്കേ മക്കളെ. ഇവിടെ ഇതാണ്ട് നമ്മുടെ ഒരു കാറ് റെസ്റ്റിലാണ്, നിശ്ചലാവസ്ഥയിലാണ്. നമ്മളൊന്ന് പുഷ് ചെയ്തു. നമ്മൾ പുഷ് ചെയ്തപ്പോ എന്ത് മാറ്റമാ സംഭവിക്കുന്നത്? അത് മൂവ് ചെയ്യാൻ തുടങ്ങി. അതായത് ആദ്യം ഇരുന്ന സ്ഥാനത്ത് നിന്നും വേറെ സ്ഥാനത്തേക്ക് മാറി. ഓക്കെ, അതായത് പുഷ് ചെയ്തപ്പോ എന്താണ്? അത് മൂവ് ചെയ്തു, ചലിച്ചു. ഓക്കെ, അപ്പൊ ഒരു വസ്തു വേണമെങ്കിൽ എന്താണ്? പുഷ് ചെയ്താൽ മതി. ഓക്കെ, പുഷ് ചെയ്താൽ മാത്രം മതിയോ? ഒന്ന് നോക്കിക്കേ. ഇവിടെ മക്കൾ എന്താ കാണുന്നത്? ഒരു ചേട്ടൻ കഷ്ടപ്പെട്ട കൈവണ്ടി വലിക്കുക. ഓക്കെ, അങ്ങനെ കൈവണ്ടി വലിക്കുക എന്ന് പറയുമ്പോ അത് എന്തായിരിക്കും? പുൾ ചെയ്യുവാണ്, വലിക്കുവാണ്. അങ്ങനെ പുൾ ചെയ്ത ആ അവസ്ഥയൊന്ന് മക്കള് നോക്കിക്കേ. ഇവിടെ ഏതാ അവസ്ഥ? ഇവിടെ ഇത് റെസ്റ്റിലാണ്, ആ വണ്ടി അവിടെ നിൽക്കുവാണ്. ഇങ്ങനെ പുൾ ചെയ്തപ്പോൾ, ഇങ്ങനെ വലിച്ചപ്പോൾ എന്ത് മാറ്റം സംഭവിച്ചു? ആ വണ്ടി എന്താണ്? ഇങ്ങനെ ഇവിടെ ഇരുന്ന വണ്ടിക്ക് ഇങ്ങോട്ടേക്ക് സ്ഥാനമാറ്റം സംഭവിച്ചു. അതായത് അത് മൂവ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി
ഈ ഒരു വസ്തുവിൽ നമ്മൾ എന്ത് ചെയ്യണം? പുൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പുഷ് ചെയ്യുമ്പോഴോ നമ്മൾ അവിടെ ശരിക്കും എന്താ പ്രയോഗിക്കുന്നത്? ഒരു ഫോഴ്സ് പ്രയോഗിക്കുവാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും, ഒരു വസ്തു ചലിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പുഷ് ചെയ്യുകയോ പുൾ ചെയ്യുകയോ വേണം. അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഒരു ബലം പ്രയോഗിച്ചാൽ മതി എന്ന് പറയാൻ സാധിക്കും കേട്ടോ. when an object is pushed or pulled, a force is being applied on it. നമ്മൾ ഒരു ഒബ്ജക്റ്റില് പുഷ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്താണ് പുൾ ചെയ്യുമ്പോഴോ നമ്മൾ അവിടെ എന്ത് പ്രയോഗിക്കുന്നുണ്ട്? ഫോഴ്സ് പ്രയോഗിക്കുന്നുണ്ട്, ബലം പ്രയോഗിക്കുന്നുണ്ട്. അപ്പൊ നേരത്തെ ആ ചോദ്യത്തിന് സിമ്പിൾ ആയിട്ട് നമ്മൾ ഫോഴ്സ് പ്രയോഗിക്കുന്നു, ബലം പ്രയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. അതിന്റെ യൂണിറ്റ് ആണ് മിസ് ഇവിടെ എഴുതിയിരിക്കുന്നത്, എൻ അഥവാ ന്യൂട്ടൺ. അതൊക്കെ നമ്മൾ ഹയർ ക്ലാസ്സിൽ പഠിക്കും കേട്ടോ. ഇനി നമ്മൾ ഈ ഫോഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ബലം പ്രയോഗിക്കുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളായിരിക്കും വരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മിസ്സിന്റെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ടെന്ന് വിചാരിച്ചോ. ആ പേപ്പറിന്റെ ഷേപ്പും സൈസും ഒക്കെ മക്കൾക്ക് അറിയാലോ അല്ലെ? ഇനി ആ പേപ്പർ ഞാൻ ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി, അതായത് ഞാൻ അവിടെ നല്ലൊരു ബലം പ്രയോഗിച്ചു. അങ്ങനെ എന്ത് സംഭവിക്കും? ചിലപ്പോ അതിന്റെ ഷേപ്പോ അല്ലെങ്കിൽ അതിന്റെ സൈസിനൊക്കെ എന്തായിരിക്കും? മാറ്റം വരും. ശരിയല്ലേ? അതുപോലെ തന്നെ നേരത്തെ റെസ്റ്റിലിരിക്കുന്ന ഒരു വസ്തു, നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവില് നമ്മൾ ഫോഴ്സ് കൊടുത്തപ്പോ എന്ത് ചെയ്തു? ചലിച്ചു. അതുപോലെ ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവില് നമ്മൾ ഫോഴ്സ് കൊടുത്തപ്പോ എന്ത് സംഭവിച്ചു? അത് നിശ്ചലാവസ്ഥയിലായി. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ സാധിക്കും, ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിന്റെ ആകൃതിക്കോ അല്ലെങ്കിൽ അതിന്റെ വലുപ്പത്തിനോ അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തത്തിനോ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ ഒക്കെ മാറ്റം വരുത്തുന്ന, അതിന് സഹായിക്കുന്നത് എന്താണോ അതാണ് ബലം. ഈ ഒരു ബലത്തിന്റെ ഡെഫിനിഷൻ ഒന്നും മക്കള് പഠിക്കേണ്ട കേട്ടോ. ചലിക്കുന്നതിന് ബലം ആവശ്യമാണ് എന്ന് മാത്രം പഠിച്ചാൽ മതി. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചെറിയ പരീക്ഷണം തന്നിട്ടുണ്ട്, ചെറിയൊരു എക്സ്പെരിമെന്റ്. സിമ്പിളാ. ആ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോഴേക്കും ഈ ഫോഴ്സ് പ്രയോഗിക്കുന്നത് വഴി എന്തെല്ലാം മാറ്റങ്ങളാണ് ശരിക്കും നടക്കുന്നത് എന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ചെയ്തു നോക്കാം. ഒന്ന് നോക്കിക്കോ. ആദ്യം എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ? ഒരു ഡെസ്ക്. ആ ഡെസ്കില് നമ്മൾ കളിക്കാൻ ഉപയോഗിക്കുന്ന ഗോലിയില്ലേ, ഗോലി, അത് ആ ഒരു ഡെസ്കിന്റെ ഒരു സൈഡിൽ, ഇതാ ഇവിടെ കണ്ടോ, ഒരു ഡെസ്കിന്റെ ഈ സൈഡിൽ ഒന്ന് പ്ലേസ് ചെയ്യുക. ആ ഗോലി ഇവിടെ അനങ്ങാതെ വെക്കുക. അപ്പം ഗോലിയുടെ സ്റ്റേറ്റ് എന്തായിരിക്കും? അതായത് ഗോലി ഏതവസ്ഥയിലായിരിക്കും? ഒരനക്കവും ഇല്ല. അതിന്റെ അർത്ഥം എന്താണ്? അത് നിശ്ചലാവസ്ഥയിലാണ്, അത് റെസ്റ്റിലാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തട്ടണം. അങ്ങനെ തട്ടുന്ന സമയത്ത് ശരിക്കും അവിടെ എന്താണ് സംഭവിച്ചത്? നമ്മളൊരു ഫോഴ്സ് പ്രയോഗിച്ചു. ശരിയല്ലേ? നമ്മൾ അവിടെ ഒരു ഫോഴ്സ് പ്രയോഗിച്ചു. അങ്ങനെ ഫോഴ്സ് പ്രയോഗിക്കുമ്പോ എന്ത് മാറ്റമാണ് സംഭവിച്ചത് മക്കളെ പറഞ്ഞേ? ഇവിടെ ഇരിക്കുന്ന ഗോലിയില് നമ്മൾ ഒരു ഫോഴ്സ് കൊടുത്തപ്പോ എന്താണ്? അത് മൂവ് ചെയ്തതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് അതിന്റെ റെസ്റ്റിലിരിക്കുന്ന അവസ്ഥയിൽ നിന്നും അതെന്തായി? മൂവ് ചെയ്യാൻ തുടങ്ങി. അതിന്റെ നിശ്ചലാവസ്ഥയിൽ നിന്നും ചലനാവസ്ഥയിലേക്ക് മാറി. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കാൻ സാധിക്കും. ശരിയല്ലേ? ആദ്യം എന്തായിരുന്നു? ഗോലി റെസ്റ്റിലായിരുന്നു. അതിനെ നമുക്ക് എന്താണ്? ചലിപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, എനിവേ അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കിക്കേ. അടുത്തത് നമ്മൾ എന്താണ്? ഇതുപോലെ ഡെസ്കില് ഒരു സൈഡില് ഗോലിയുണ്ട്. ആ ഗോലി നമ്മൾ എന്താണ്? ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുത്തു. അങ്ങനെ തട്ടിക്കൊടുത്ത് അത് പോകുന്ന ആ പാതയ്ക്ക് ക്രോസ് ആയിട്ട് നമ്മൾ ഇതുപോലെ കൈവച്ചു. ഇതുപോലെ നമ്മൾ കൈ വെച്ചിട്ട് ഒരു ബ്ലോക്ക് ഉണ്ടാക്കി. അതായത് പ്ലേസ് യുവർ ഹാൻഡ് ഫോർ ബ്ലോക്ക് ദ പാത്ത്. ഓക്കെ, നമ്മൾ ആ ഒരു ഗോലിയുടെ പാത്ത് ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി എന്ത് വെച്ചു? കൈ വെച്ചു. അങ്ങനെ കൈ വെക്കുമ്പോ എന്തായിരിക്കും സംഭവിക്കുന്നത്? എന്തായിരിക്കും? ആ ഗോലി അവിടെ തട്ടി നിക്കത്തില്ലേ? അതായത് ഗോലി ഇങ്ങനെ മൂവ് ചെയ്ത് വരുമായിരുന്നു. കൈ വെച്ച സമയത്ത് എന്താണ്? അതവിടെ നിന്നു. അതായത് ചലനാവസ്ഥയിലുള്ള ഗോലി എന്താണ്? ഇവിടെ കൈവച്ചപ്പോഴേക്കും, കൈവെക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അവിടെ ഒരു ഫോഴ്സ് കൊടുത്തു. ഞാൻ ഇവിടെ നിന്നെ ബ്ലോക്ക് ചെയ്തു. ഓക്കെ, അങ്ങനെ ചെയ്തപ്പോഴേക്കും അത് റെസ്റ്റിലേക്കായി. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റ് കിട്ടി. എന്താണ്? വി ക്യാൻ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ ബൈ അപ്ലൈങ് ഫോഴ്സ്. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ നമുക്ക് എന്താണ്? മൂവ് ചെയ്തിരിക്കുന്ന വസ്തുവിനെ റെസ്റ്റിലാക്കാനും സാധിക്കും. ക്ലിയർ ആണോ? അപ്പൊ 2 പോയിന്റ് പഠിച്ചു. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ എന്താണ്? നിശ്ചലാവസ്ഥയിൽ റെസ്റ്റിലിരിക്കുന്ന ഒരാളെ ചലിപ്പിക്കാനും സാധിക്കും. അതുപോലെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ റെസ്റ്റിലാക്കാനും സാധിക്കും. ഇനി അത് മാത്രമേ ഫോഴ്സ് കൊടുത്താൽ പറ്റത്തുള്ളൂ? നോക്കിയാലോ.
അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നറിയാവോ? ഇതുപോലെ ഗോലി പോകുന്ന ആ പാത്തില് ചെരിച്ച് ഒരു സ്കെയിൽ വെച്ചു. നേരത്തെ നമ്മൾ എന്തായിരുന്നു, നമ്മുടെ ഹാൻഡ്, നമ്മുടെ കൈ ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്തു. അപ്പൊ അതിവിടെ വന്ന് തട്ടി നിന്നു. പക്ഷെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? ഈ കൈക്ക് പകരം ഒരു സ്കെയിൽ ഒന്ന് ചെരിച്ചു വെച്ചു. അങ്ങനെ സ്കെയിൽ ചെരിച്ചു വെച്ചപ്പോ എന്താ സംഭവിക്കുന്നത്? സ്കെയിലിൽ അത് വന്ന് ഇങ്ങനെ നിൽക്കുവാണോ ചെയ്തത്? അല്ല, സ്കെയിലിൽ വന്ന് തട്ടിയിട്ട് അതിന്റെ ഡയറക്ഷൻ മാറി. ഓക്കെ, അതിന്റെ ഡയറക്ഷൻ മാറി. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഇങ്ങനെ ചലിക്കുമ്പോൾ അതിന്റെ ദിശ മാറ്റുന്നതിന് വേണ്ടി നമുക്ക് എന്താണ് ബലം പ്രയോഗിക്കാൻ പറ്റും. ഓക്കെ, വി ക്യാൻ അപ്ലൈ ഫോഴ്സ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ. അതിന്റെ ചലനത്തിന്റെ ദിശ മാറ്റുന്നതിനും നമുക്ക് ഫോഴ്സ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഇനി അടുത്തത് നോക്കിക്കേ. അടുത്തത് എന്താ ചെയ്തതെന്നറിയാവോ? ആദ്യം നമ്മളൊരു ഗോലി അങ്ങ് തട്ടിവിട്ടില്ലേ, അതിന്റെ സെയിം ദിശയില് സെയിം പാത്തിൽ എന്താണ് നമ്മൾ അതിന് പുറകിന്ന് വേറെ ഒരു ഗോലിയും കൂടി അങ്ങ് തട്ടിവിട്ടു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? രണ്ടാമത് വരുന്ന ഗോലി തട്ടിവിടുക എന്ന് പറഞ്ഞ എന്താണ്? അവിടെ നമ്മൾ ഒരു ഫോഴ്സ് പ്രയോഗിച്ചു. അങ്ങനെ അതൊരു ഫോഴ്സ് പ്രയോഗിച്ചപ്പോൾ ആ ഗോലി വന്ന് ആദ്യത്തെ ഗോലിയിൽ തട്ടി രണ്ടെണ്ണം കൂടി നല്ല സ്പീഡിൽ പോയി. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? അതിന്റെ വേഗത കൂട്ടാനും അതുപോലെ തന്നെ അതിന്റെ വേഗത കുറയ്ക്കാനും ഒക്കെ എന്താണ് നമുക്ക് ഫോഴ്സ് കൊടുത്താൽ മതി എന്ന് മനസ്സിലായി. അതായത് വി ക്യാൻ അപ്ലൈ ഫോഴ്സ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ സ്പീഡ് ഓഫ് മോഷൻ. ചലനത്തിന്റെ വേഗത കൂട്ടാനും വേഗത കുറയ്ക്കാനും നമുക്ക് എന്ത് കൊടുത്താൽ മതി? ഫോഴ്സ് കൊടുത്താൽ മതി. അപ്പൊ ഒരു വസ്തുവിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ മാറ്റം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്? റെസ്റ്റിലിരിക്കുന്നതിനെ മൂവ് ചെയ്യാൻ പറ്റും, അതുപോലെ മൂവ് ആയിരിക്കുന്നതിനെ റെസ്റ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ അതിന്റെ ഡയറക്ഷൻ, അതായത് ഡയറക്ഷൻ ഓഫ് മോഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് സ്പീഡ് ഓഫ് മോഷൻ നമുക്ക് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും പറ്റും. സിമ്പിൾ ആയിട്ട് മക്കൾ എന്താണ് ഫുട്ബോൾ കളിക്കുന്ന ആലോചിച്ചാൽ മതി. ആദ്യം എന്തായിരിക്കും? ഫുട്ബോൾ ആ ഗ്രൗണ്ടിന്റെ ഒരു സൈഡിലായിരിക്കും. നമ്മൾ ആഞ്ഞങ്ങ് ചവിട്ടുമ്പോ എന്താണ്? റെസ്റ്റിലായിരുന്നു ആദ്യം ഫുട്ബോൾ, നിശ്ചലാവസ്ഥയിലായിരുന്നു. നമ്മൾ ചവിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ചെയ്യുമ്പോൾ എന്താണ്? ആ റെസ്റ്റിലിരിക്കുന്ന നമ്മുടെ റെസ്റ്റിലിരിക്കുന്ന ആ ഒരു ഫുട്ബോൾ എന്താണ്? മൂവ് ചെയ്തു. അത് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. ശരിയല്ലേ? അതുപോലെ തന്നെ ഈ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫുട്ബോളിനെ നമ്മൾ കാല് വെച്ച് ഇങ്ങനെ തടഞ്ഞു നിർത്തത്തില്ലേ? അപ്പൊ എന്താ സംഭവിച്ചത്? നമ്മൾ അപ്പോഴും ഒരു ഫോഴ്സ് കൊടുത്തു. അപ്പൊ എന്താണ്? മൂവ് ചെയ്തിരിക്കുന്ന ഫുട്ബോളിനെ നമ്മൾ റെസ്റ്റിലാക്കി. ഓക്കെ, അതുപോലെ തന്നെ എല്ലായ്പ്പോഴും നമ്മുടെ ആ ഒരു ഫുട്ബോൾ ഒരേ ഡയറക്ഷനിലായിരിക്കോ? അല്ലേ? നമ്മൾ ഈ കാലുപയോഗിച്ച് ഓരോ സൈഡിലേക്കൊക്കെ തട്ടി നമ്മൾ കളിക്കും അല്ലെ? അപ്പൊ നമ്മുടെ ആ ഒരു മോഷന്റെ ഡയറക്ഷൻ മാറ്റുന്നതിനും സഹായിക്കുന്നുണ്ടല്ലേ നമ്മളിങ്ങനെ ഫോഴ്സ് കൊടുക്കുമ്പോൾ. അതുപോലെ തന്നെ എപ്പോഴും ആ ഒരു ഫുട്ബോൾ ഒരേ സ്പീഡിലായിരിക്കും മൂവ് ചെയ്യുന്നത് അല്ലേ? ചിലപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്താണ്? കുറച്ച് ദൂരെ പോകത്തുള്ളൂ. ആഞ്ഞങ്ങ് ചവിട്ടുവാണെങ്കിലോ ആ ഫുട്ബോൾ അങ്ങ് അപ്പുറത്തേക്ക് പോകും. അതായത് മോഷന്റെ അതിന്റെ വേഗതയും നമുക്ക് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും പറ്റും. അപ്പൊ എല്ലാം കൂടി ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് നമ്മുടെ ഫോഴ്സും മോഷനും തമ്മിലുള്ള ബന്ധം, അതിന്റെ റിലേഷൻ, അല്ലെങ്കിൽ അവരെ പറ്റി ഒന്ന് ജസ്റ്റ് ഒരു കുറിപ്പ് എഴുതാനൊക്കെ പറഞ്ഞ മക്കൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വി ക്യാൻ മൂവ് ദ ഒബ്ജെക്ട് അറ്റ് റെസ്റ്റ് ബൈ അപ്ലൈയിങ് ഫോഴ്സ് ആൻഡ് ഓൾസോ ചേഞ്ച് ദ state of motion of a body to state of rest by applying force. അതായത് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുക്കളെ നമുക്ക് ബലം പ്രയോഗിച്ച് ചലിപ്പിക്കാൻ സാധിക്കും. അതുപോലെ ചലിക്കുന്ന വസ്തുവിനെ നിശ്ചലമാക്കാനും എന്താണ്? നമുക്ക് ബലം പ്രയോഗിച്ചാൽ മതി. Also we apply force to change the direction of motion or to increase or decrease the speed of motion. അതായത് ചലനത്തിന്റെ ദിശ മാറ്റാനോ ചലനവേഗം കൂട്ടാനോ അല്ലെങ്കിൽ കുറയ്ക്കാനോ നമുക്ക് ബലം പ്രയോഗിച്ചാൽ മതി. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ടോപ്പിക്ക്? മനസ്സിലായില്ലേ മക്കൾക്ക് എല്ലാവർക്കും? സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താണ് നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന് തന്നെ ഫോഴ്സും ചലനവും തമ്മിലുള്ള ബന്ധം എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതുപോലെ കുട്ടി കുട്ടി വീഡിയോസ് ആയിട്ട് മിസ് വീണ്ടും വരാം. അതുവരെ എന്താണ് എല്ലാ മക്കളും എന്താണ് സുരക്ഷിതരായിട്ടിരിക്കുക, എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷ നേടുക. അപ്പൊ ബൈ.